ക്രിസ്മസ് അപ്പൂപ്പൻ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? എന്നാൽ പിന്നെ നമുക്കൊരു ക്രിസ്മസ് അപ്പൂപ്പനെ അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി വന്ന സമയത്ത് എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇടുമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങളെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 5 രൂപയ്ക്ക് ഒരു കീ ചെയിൻ കിട്ടും. ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു കീ ചെയിൻ പോലുള്ളൊരു സംഭവം കിട്ടിയതിന്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. അതുപോലെ തന്നെ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം ആയിരുന്നെങ്കിലോ എന്നൊക്കെ തോന്നി. അപ്പോൾ അത്രയ്ക്ക് നല്ല രസമായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേറെ ഒന്നുമില്ല, വൂളൻ ത്രെഡാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റും റെഡും കളറുള്ള വൂളൻ ത്രെഡ് ഉണ്ടായാൽ മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാനൊരു പഞ്ഞി എടുത്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ ഫൈനലായിട്ട് ഞാനിതിങ്ങനെ ചെയ്തെടുത്ത സമയത്ത് ഒരു നീരാളിക്കുട്ടനെ പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ ഒരു ത്രെഡ് എടുക്കുക, അത് കെട്ടിക്കൊടുക്കുക, പിന്നെ അതിനകത്തേക്ക് ആ ഒരു പഞ്ഞിയും കൂടെ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ എന്താക്കാണ്, ബാക്കി വന്നൊരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് സെറ്റായേ. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ക്രിസ്മസ് പപ്പേൻ്റെ ആ ഒരു താടി ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് അത് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതായിരുന്നു കേട്ടോ സിമ്പിളായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ നമുക്കൊരു ഇപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അതായത് കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും അത്രയും നല്ല സന്തോഷമായിരിക്കും കേട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ് ചെയ്യാൻ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ